പ്രൈസ് ലോർഡ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടാൽ ഇത് ഇത്തിരി കുറച്ച് ലെങ്തിയാണ്, കാരണം കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് പേരെ കൂടിയിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഓരോ പോർഷനും, ചിലത് 1x കാണണം, ചിലത് 1.5x കാണണം, ചിലത് 2x കാണണം. നിങ്ങൾ ഇത് കംപ്ലീറ്റ് ഇരുന്ന് കണ്ടാൽ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് ഒറ്റ കയറ്റമായിരിക്കും. കാരണം ഈശോയിൽ ഇങ്ങനെ വളരെ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ പ്രയർ ലൈഫൊക്കെ ചിട്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, ഈശോയിൽ ഇങ്ങനെ ഓരോ ദിവസം വളരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, മിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. കൂടുതൽ കാര്യങ്ങളെന്ന് പറയുന്നത് ഒറ്റ കാര്യം പറയുന്നുള്ളൂ: നന്മമരം ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം, നന്മമരം ആപ്ലിക്കേഷൻ എന്തൊക്കെയുണ്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇത് പറയാൻ നിങ്ങൾ വിചാരിക്കും നന്മമരം ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, പക്ഷേ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. സോ ആ ഓരോരോ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സോ നന്മമരം ആപ്പ് ചിലർക്ക് ആപ്പ് ഉണ്ടെന്ന് അറിയത്തില്ല. സോ നന്മമരത്തിൻ്റെ ഒരു ആപ്പുണ്ട്. ഈ ആപ്പ് എങ്ങനെ നിങ്ങൾക്ക് എടുക്കാം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള കാര്യം, എങ്ങനെയാണ് നിങ്ങൾ അത് എടുക്കാൻ പറ്റുന്നത് എന്നൊരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ ഈ ആപ്പ് എടുത്ത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ വെക്കുക. ഓക്കെ, ആപ്പ് വെക്കുന്നു. ഇതുവരെ ആഡ് ചെയ്യപ്പെട്ട ഓപ്ഷൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് ഇങ്ങനെ കയറാൻ പോവാണ്. സോ നമുക്ക് അതിന് ഓരോ ഓപ്ഷൻസ് വെച്ച് നിങ്ങൾക്ക് അറിയാത്തൊരു ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാൻ വഴിയില്ല, ആ ഓപ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ ഒരു ക്ലിയർ ഒരു സാധനം ഞാൻ പറയുവാണ്. ഇതിനകത്ത് പ്രയർ ട്രാക്കർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രയർ ബാങ്ക് എടുക്കുമ്പോൾ പ്രയർ ട്രാക്കർ. ഈ പ്രയർ ട്രാക്കർ നിങ്ങൾക്കിങ്ങനെ നിങ്ങളുടെ ഒരു പ്രയറിൻ്റെ പല കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും, വചനം പഠിക്കുന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും, അങ്ങനെ പല കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപകരിക്കാൻ പറ്റുന്ന സാധനം പ്രയർ ട്രാക്കർ. ഈ പ്രയർ ട്രാക്കർ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും, ഇത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കാര്യം ആദ്യം നമുക്ക് കാണാം. ഇത് കണ്ടു നോക്കിയേ. നമ്മുടെ നന്മമരത്തിൻ്റെ വെബ് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫേസിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ട്രൈ ഔട്ട് മൈ പ്രയർ ടൂൾസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും: ട്രാക്കർ, ബാങ്ക്, ഗോൾസ്. ഇപ്പോൾ നമ്മൾ ട്രാക്കർ എങ്ങനെയാണെന്ന് നമ്മൾ കാണാൻ പോവാണ്. അതിനായിട്ട് എക്സ്പ്ലോർ മൈ ടൂൾസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസ് നമ്മൾ പ്രസ് ചെയ്യുക. അതിൽ ആദ്യത്തെ ഓപ്ഷൻ ട്രാക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫേസിലോട്ട് വരും. ഇതിൽ നമ്മൾ പ്രയർ ഓരോ ഗോൾ നമ്മൾ വെക്കാൻ പോവാണ്. അതിനായിട്ട് പ്ലസ് പ്രയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനത്തെ ഒരു ഫേസ് നമുക്ക് വരും. ഇതിൽ നമുക്ക് ആ റോസറി വാട്ട് കൈൻഡ് ഓഫ് പ്രയർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നമുക്ക് പ്രയേഴ്സ് കാണാൻ പറ്റും. റോസറി ഉണ്ട്, ഡിവൈൻ മേസി ചാപ്ലറ്റ് ഉണ്ട്, കൗണ്ട് പ്രയർ കസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഡൺ നോട്ട് ഡൺ ഉണ്ട്, വേർഡ് ഓഫ് കോഡ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ പറയുന്ന റോസറി. നമുക്ക് റോസറി എടുത്ത് നോക്കാം. റോസറി എടുക്കുമ്പോൾ നമ്മൾ ഡെയിലി ടാർഗറ്റ് ഫോർ റോസറി എന്ന ഓപ്ഷനിൽ നമ്മൾ ഒരു ദിവസം എത്ര റോസറിയാണ് ചൊല്ലാൻ പോകുന്നത്, നമുക്കൊരു ടാർഗറ്റ് കാണുമല്ലോ. അപ്പോൾ എത്ര റോസറിയാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത് എന്നുള്ള ടാർഗറ്റ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പം 1 എന്നുള്ളതാണെങ്കിൽ നമ്മൾ 1 എൻ്റർ ചെയ്തിട്ട് ആഡ് പ്രയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ എൻട്രി ഫേസിൽ ടുഡേയ്സ് പ്രയർ പ്രോഗ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ 0/50 എന്ന് പറയുന്നത് ഒരു റോസറി എന്ന് പറഞ്ഞാൽ 50 ഹേൽമേരിയാന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനെ വന്ന് കിടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഫിനിഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചിലർ ഈ 50 എണ്ണം ഡിവൈഡ് ചെയ്ത് 10 എണ്ണം വെച്ച് നമ്മൾ പല സമയങ്ങളായിട്ട് ചൊല്ലി ആഡ് ചെയ്യുന്നവരുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ +10 എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇപ്പം 10 എണ്ണം ഞാൻ 10 ഹേൽമേരി ചൊല്ലി, ഇപ്പം ഞാൻ 10 എണ്ണം ആഡ് ചെയ്തു, വീണ്ടും ഒരു 10 എണ്ണം ആഡ് ചെയ്തു, വീണ്ടും 10 എണ്ണം ആഡ് ചെയ്തു, വീണ്ടും 10 എണ്ണം ആഡ് ചെയ്തു, വീണ്ടും 10 എണ്ണം ആഡ് ചെയ്തു. അങ്ങനെ 50 എന്നുള്ളത് ഞാൻ കംപ്ലീറ്റഡ് ആക്കി. അപ്പോൾ എൻ്റെ അന്നത്തെ ടാർഗറ്റ് ഒരു റോസറി ഞാൻ കംപ്ലീറ്റഡ് ആക്കി. അപ്പം ഓഫറിങ് കംപ്ലീറ്റഡ് ഫോർ ടുഡേ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ, അതായത് ഡിവൈൻ മേസി ചാപ്ലറ്റും ഇതുപോലെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഡിവൈൻ മേസി ചാപ്ലറ്റ് എന്ന ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് എത്ര ടാർഗറ്റ്, മുമ്പേ പറഞ്ഞ പോലെ എത്ര ടാർഗറ്റാണ്, ഇപ്പോൾ ഞാൻ ഒരെണ്ണമാണ് ടാർഗറ്റ് വെക്കുന്നതെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് ആഡ് പ്രയർ കൊടുക്കാം. അപ്പം അതും എനിക്ക് ഡിവൈൻ മേസി ചാപ്ലറ്റ് വന്ന് കിടപ്പുണ്ട്. ഇനി ഞാൻ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഒറ്റയടിക്ക് 50 എണ്ണം ചൊല്ലുവാണെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് 50 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ട് ടിക്കറ്റ് കൊടുത്താൽ മതി. അപ്പം എൻ്റെ അന്നത്തെ ഓഫറിങ് കംപ്ലീറ്റഡ് ആയി. ഇനി 1 3 4 റോസറി അല്ലെങ്കിൽ ഡിവൈൻ മേസി ചാപ്ലറ്റ് ചൊല്ലുന്നവരുണ്ട്. അപ്പം നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ കൗണ്ട് സെറ്റ് ചെയ്യുമ്പം അത്രയും കൗണ്ട് സെറ്റ് ചെയ്യണം. ഇനി അടുത്തതായിട്ട് ആഡ് പ്രയറിൽ പോവുക. വീണ്ടും നമുക്ക് അടുത്ത ഓപ്ഷനുണ്ട് കൗണ്ട് പ്രയർ അല്ലെങ്കിൽ കസ്റ്റം. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചൊല്ലുന്ന ചില പ്രയേഴ്സ് ഉണ്ട്. അതായത് ഹേൽ മേരി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചൊല്ലും, അവർ ഫാദർ ഇൻ ഹെവൻ ചൊല്ലും, അതുപോലെ തന്നെ വേർഡ് ഓഫ് കോഡ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചൊല്ലും, അല്ലെങ്കിൽ ചില സുഹൃത്ത് ജപങ്ങൾ നമ്മൾ ചൊല്ലും. അപ്പം ഏതാണോ, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം ഏതാണോ നമ്മൾ പ്രയർ ഉദ്ദേശിക്കുന്നത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഹേൽ മേരി ഞാൻ ചൊല്ലാൻ പോവാണ്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു കൗണ്ടിൽ ഞാൻ 500 ഹേൽ മേരി ചൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുവാണ്. അപ്പം ആഡ് പ്രയർ കൊടുക്കാം. അപ്പോൾ അതും ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇനി
ഞാനിപ്പം അന്നത്തെ ആ ഒരു കൗണ്ട് 500 എണ്ണം ഞാൻ ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ 500 ആഡ് ചെയ്യുന്നു. ടിക്ക് കൊടുത്താൽ മതി. അപ്പോൾ 500 കംപ്ലീറ്റ് ആടാം. ഇനി നമ്മൾ 500, അപ്പം നമ്മൾ 500 ഒറ്റയടിക്ക് ചെല്ലുന്നില്ല, പല സമയങ്ങളായിട്ട് 500 ചെല്ലുന്നെങ്കിൽ ആദ്യം 100 കൗണ്ട് കൊടുക്കുക, ടിക്ക് ചെയ്യുക. അപ്പോൾ 100 വന്നു. ഇനി അടുത്തതിൽ ഞാൻ വീണ്ടും ഒരു 100 ഇല്ല, അപ്പോൾ 200 ആയി. അപ്പോൾ 200 കൊടുക്കുക, വീണ്ടും അങ്ങനെ വന്നു. അങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് പോയാൽ 500 എത്തിക്കഴിയുമ്പം അന്നത്തെ ടാർഗറ്റും നമ്മൾ കംപ്ലീറ്റഡ് ആവും. ഇനി ആഡ് പ്രയറിൽ പോകുമ്പം അവസാനത്തെ ഇനി ഒരു ഓപ്ഷനാണ് ഡൺ ഓർ നോട്ട് ഡൺ. ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ ഒരു ഡേയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എഴുതി വെച്ചിട്ട് ആ ഡേ കഴിയുമ്പോൾ നമ്മളത് ചെയ്തോ ഇല്ലയോ എന്ന് ടിക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സാധനം, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നൊരു വേർഡ് ഓഫ് കോഡ് പഠിക്കും എന്ന് നമ്മൾ തീരുമാനിക്കുന്നു, അത് ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾ വന്നിട്ട് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതാണ് ഡൺ ഓർ നോട്ട് ഡൺ ഓപ്ഷൻ വരുന്നത്. ഇനി അടുത്തതായിട്ട് ലാസ്റ്റത്തെ ഓപ്ഷനാണ് വേർഡ് ഓഫ് കോഡ്. ഇതിപ്പോൾ നമ്മളത് ആഡ് ചെയ്യുക. അതായത് നമുക്ക് ഡെയിലി ഒരു വേർഡ് ഓഫ് കോഡ് 1 or 2 വേർഡ് ഓഫ് കോഡ് നമ്മൾ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ അത് എളുപ്പം നമുക്ക് റെഫർ ചെയ്യാനായിട്ട് ഈ വേർഡ് ഓഫ് കോഡ് നമ്മൾ ഏത് വചനമാണോ പഠിക്കുന്നത്, റൈറ്റ് ദ വേർഡ്സ് ഹിയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇവിടെയായിട്ട് നമ്മൾ ഏത് വചനമാണോ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പിൽ പോയിട്ട് നമ്മളത് കോപ്പി ചെയ്യുന്നു. ഈ ഒരു വചനം ഞാൻ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ അത് പേസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വേർഡ്സ് നമ്മൾ താഴെയും കൂടി അതായത് റെഫറൻസിൻ്റെ അവിടെ ഒന്നുകൂടെ കോപ്പി ചെയ്തിട്ട് ഞാൻ സേവ് വേഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരും. അപ്പം എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു വേഴ്സ് കയറി ഈ ആപ്പിൽ കയറി നോക്കിയാൽ ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്ന വേഴ്സ് എനിക്കിത് കണ്ട് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇനി നമുക്ക് ഒന്നിലധികം വേർഡ് ഓഫ് കോഡ് നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു 3 dots വന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നാൽ അടുത്തത് നമുക്ക് വേർഡ് ഓഫ് കോഡ് ഇവിടെ കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, റെഫറൻസ് കൊടുക്കുന്നു, സേവ് വേഴ്സ് കൊടുക്കുന്നു. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫേസ് വരുന്നത്. ഇനി നമ്മളിത് ഡെയിലിയാണിത് ചെയ്യുന്നത്. ഇപ്പം നാളെ നമ്മൾ കയറുമ്പം നമ്മളിതൊന്നുകൂടെ നാളെ ചെയ്യേണ്ട കാര്യമില്ല. പകരം ഈ മുകളിൽ കാണുന്ന സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ എടുത്തിട്ട് കൺഫേം കൊടുത്താൽ വീണ്ടും അതെല്ലാം പഴയപടി വന്ന് കിടന്നോളും. നമ്മളപ്പം ചൊല്ലിയിട്ട് നമ്മൾ എത്ര എണ്ണം ചൊല്ലുന്നത് അതനുസരിച്ച് കൗണ്ട് ആഡ് ചെയ്ത് പോയാൽ മതി. ഇൻട്രസ്റ്റ് ആയില്ലേ? ഈ ഒരു പ്രയർ ട്രാക്കർ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നില്ലേ? ഇതൊരു ഭയങ്കര പരിപാടി കൊള്ളാലോ, സെറ്റപ്പാണല്ലോ എന്നൊരു സാധനം ഉള്ളിൽ ഫീൽ ചെയ്യുന്നില്ലേ? സോ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി കുറേ ഓപ്ഷൻസ് നമ്മൾ കാണാനുണ്ട്. സോ നെക്സ്റ്റ് ഓപ്ഷൻ പ്രയർ ബാങ്ക് എങ്ങനെ യൂസ് ചെയ്യാം? നമ്മളിങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലിക്കൂട്ടുന്ന ആൾക്കാരാണ്. ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊക്കെ നമുക്കൊരു ഡെപ്പോസിറ്റ് ചെയ്താലോ? ഇതൊരു സ്കീമിലേക്ക് അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള ഓരോ പ്രയർ റിക്വസ്റ്റ് ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഇട്ട് കൊടുത്താലോ ഈ പ്രയർ? എങ്ങനെ അത് ചെയ്യാൻ പറ്റും? ഈ പ്രയർ ബാങ്ക് എങ്ങനെ യൂസ് ചെയ്യാം ഒന്ന് കണ്ടു നോക്കാം. പ്രയർ ബാങ്കിലേക്ക് എത്തുക, പ്രയർ ബാങ്ക് ക്ലിക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യാം? ഓക്കെ, കണ്ടു നോക്കാം. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പ്രെയർ ബാങ്കാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫേസിലോട്ട് വരും. എന്നിട്ട് ആഡ് പ്രെയർ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് പ്രേയേഴ്സ് നമുക്ക് ഫിക്സഡ് ആയിട്ട് കാണാൻ പറ്റും. അതായത് ഹോളി റോസറി, ഡിവൈൻ മേസി ചാപ്ലറ്റ്, താഴോട്ട് വരുവാണെങ്കിൽ നമ്മുടെ 4 മിസ്റ്ററീസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫേസിൽ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യം നമ്മൾ ഹോളി റോസറി, നമുക്ക് ജപമാലയാണ് വേണ്ടത്. അപ്പോൾ അത് പ്രസ് ചെയ്യുക. ക്ലോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെയുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ എൻട്രി ഫേസിൽ ഹോളി റോസറി വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പം റോസറി ചൊല്ലി, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ആണ് 2 റോസറി ഞാൻ ചൊല്ലി. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യുന്നത്? 2 എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യുക, ടിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രെയർ ബാങ്കിൽ 2 റോസറി വന്നു. ഇനി നമുക്ക് ഒരു 5 റോസറി നമ്മൾ ചൊല്ലി. അപ്പം നമ്മൾ 5 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഉള്ളതുകൊണ്ട് 5 ടൈപ്പ് ചെയ്യേണ്ട, പകരം 5ൽ നമ്മൾ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അത് ആഡായി വരുന്നുണ്ട്. 7 റോസറി ആവും. ഇനി വീണ്ടും നമുക്ക് 10 വേണമെങ്കിൽ 10 എന്നുള്ള ഓരോ ഓപ്ഷൻ നമ്മൾ ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കിപ്പം നമ്മുടെ പ്രെയർ ബാങ്കിൽ 17 റോസറി ഉണ്ട്. ഈ 17 റോസറി നമ്മൾ എങ്ങനെയാണ് നമ്മളിതിങ്ങനെ നിയമം വെച്ച് ഓരോ ആൾക്കാർക്ക് കൊടുക്കുന്നത് എന്ന് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു ഹൗസ് വാമിങ് വന്നു. അപ്പം ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രെയർ ബാങ്കിൽ ഓൾറെഡി ഒരു 17 റോസറി ഉണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ റോസറി കൊടുക്കാൻ പോകും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ മൈനസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫേസ് വരും. അപ്പോൾ നമുക്ക് എത്ര റോസറിയാണോ ആ ഇൻറ്റൻഷന് വേണ്ടി കൊടുക്കാനുള്ളത് അത് അവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഹൗസ് വാമി എന്നൊരു ഇൻറ്റൻഷൻ, ഏത് ഇൻറ്റൻഷനാണോ അത് കൊടുത്തിട്ട് ഓഫർ പ്രെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോഴത്തേനും
നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പ്രെയർ ബാങ്കിൽ നിന്ന് 2 റോസറി ആ ഒരു ഇൻറ്റൻഷന് വേണ്ടി മൈനസ് ആയിട്ടുണ്ട്. അപ്പം ഏത് പ്രെയർ എടുത്താലും നമ്മളിങ്ങനെ എടുക്കുക, എന്നിട്ട് അത് സേവ് ചെയ്തിടുക, ഇൻറ്റൻഷൻ കൊടുത്തിട്ട് അത് മൈനസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് വരുന്നത്. ഇനി നമ്മൾ ആഡ് പ്രേയേഴ്സിൽ ഒന്നുകൂടെ പോവുക. ആഡ് പ്രേയേഴ്സ് ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്കിതിലൊന്നും ഇല്ലാത്ത പ്രെയർ ഒരെണ്ണം നമുക്ക് ആഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ കസ്റ്റം പ്രെയർ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ചെന്നിട്ട് നമുക്ക് ഏത് പ്രെയറാണോ പുതിയതായിട്ട് വേണ്ടത് ആ പ്രെയർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ക്രീഡ് എന്ന് പറഞ്ഞൊരു പ്രെയർ, അതായത് വിശ്വാസ പ്രമാണം എനിക്കിവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനത് അടിച്ചു കൊടുത്തു, ആഡ് കസ്റ്റം കൊടുത്തു. എന്നിട്ട് ക്ലോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെ വന്നിട്ട് അതിൽ ക്ലോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കി കഴിയുമ്പോഴത്തേനും എൻട്രി ഫേസിൽ ക്രീഡ് വന്ന് കിടപ്പുണ്ട്. ഇതുപോലെ നമുക്ക് പ്രെയർ പുതിയത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പ്രെയർ ടൂൾസിൽ ഗോൾസാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഗോൾസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പേജിൽ എൻ്റെ ഓർമ്മയ്ക്കായെന്ന് ഡാനിയൽ അച്ഛൻ്റെ 40 ദിവസത്തെ യൂക്കറിസ്റ്റിക് ഡെലിവറൻസ് ശുശ്രൂഷയുടെ ഗോൾ കാണാൻ വേണ്ടി പറ്റും. ഈ ഡിവോഷനിൽ നമ്മൾ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസം നമ്മളതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഡേ 1 മുഴുവൻ ടാസ്കുകളും ഇപ്പോൾ ഇതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന യൂട്യൂബ് വീഡിയോയുടെ അഡോറേഷൻ ടാസ്കുകൾ അങ്ങനെ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡേ 1 കംപ്ലീറ്റഡ് ആയിട്ട് കാണിക്കും. ഇനി അതല്ല, എല്ലാ ടാസ്കുകളും നമ്മൾ ചെയ്ത് തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡേ 2 ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേ 2 എത്രയാണോ കംപ്ലീറ്റഡ് ആയിട്ട് കാണിക്കും. പെൻഡിങ് ഇനി എത്ര എണ്ണം ഉണ്ടോ അത് നമുക്ക് ഈ ടൈറ്റിലിൽ പെൻഡിങ്ങും ഡണ്ണും കാണിക്കും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രെയർ ഗോൾ നമുക്ക് സ്വന്തം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ന്യൂ ഗോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട്. അവിടെ എൻ്റെ ഒരു പേഴ്സണൽ ഇൻറ്റൻഷന് വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് ഹോളി സ്പിരിറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഹോളി സ്പിരിറ്റ് എന്ന് ഞാൻ ഇൻറ്റൻഷൻ കൊടുത്തു. അതിൽ പ്രെയർ ടൈപ്പുകൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് എനിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഡിവൈൻ മേഴ്സി ചാപ്ലറ്റ് സെലക്ട് ചെയ്തു. അതിൽ കൗണ്ട് ഞാൻ സെറ്റ് ചെയ്യാണ്. ഒരു 50 ആണ് എൻ്റെ കൗണ്ടെങ്കിൽ ഞാൻ 50 സെറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ഗോൾ കൊടുത്താൽ എൻ്റെ ഗോൾ ക്രിയേറ്റഡ് ആവും. ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ന്യൂ ഗോൾ സെറ്റായി. അപ്പോൾ ഞാൻ ചൊല്ലുന്നതിനനുസരിച്ച് കരുണക്കൊന്ത ചെല്ലുന്നതിനനുസരിച്ച് ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ ആഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മൾ മുഴുവൻ അത് ചൊല്ലി തീർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹിസ്റ്ററി എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ഗോൾസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി ഈ ന്യൂ ഗോൾ ആഡ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഇൻറ്റൻഷൻ ഞാനിപ്പോൾ ജീസസ് എന്ന് കൊടുക്കുക. എൻ്റെ ഇൻറ്റൻഷനിൽ എനിക്ക് ഈ കൊടുത്തിരിക്കുന്ന പ്രെയർ ടൈപ്പുകളൊന്നുമല്ല, എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു പ്രെയർ ടൈപ്പ് എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് യുവർ ഓൺ എന്ന ഓപ്ഷനിൽ പോയി 1000 മണി ക്ലിക്ക് ചെയ്യാണ്. 1000 മണി എന്ന് കൊടുത്തിട്ട് യൂസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ പ്രെയർ ടൈപ്പ് 1000 മണിയായിട്ട് സെറ്റാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു കൗണ്ട് 1 ആണെങ്കിൽ ഞാൻ 1000 മണി ചൊല്ലിക്കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഗോൾ കംപ്ലീറ്റഡ് ആയിട്ട് കാണിക്കും. അതല്ല, എനിക്ക് ഈ ഒരു ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാർട്ട് ഡേറ്റ് അല്ലെങ്കിൽ എൻഡ് ഡേറ്റ് എനിക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് കൊടുത്ത് ക്രിയേറ്റ് ഗോൾ കൊടുത്താൽ ഈ ഒരു ദിവസത്തിനുള്ളിൽ നമുക്കിത് ചൊല്ലി അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ ഗോൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കാം. ഇനി ഇത് നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ സ്റ്റാർട്ട് ഡേറ്റ് എൻഡ് ഡേറ്റ് വരില്ല. നമുക്ക് ജസ്റ്റ് ഗോൾ ക്രിയേറ്റ് ചെയ്തിട്ട് കാണിക്കും. ഇപ്പോൾ നമ്മുടെ പേജിൽ നമുക്ക് ജീസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു 1000 മണിയുടെ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഹിസ്റ്ററിയിൽ പോയാൽ 1000 മണി കംപ്ലീറ്റഡ് ആയിട്ട് നമുക്ക് കാണിക്കും. ഇനി നിങ്ങൾ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് റീമ ഓപ്ഷൻ എടുക്കുക. റീമ ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തിൻ്റെ വചനമാണ് വേണ്ടത്, ഏതുമായിട്ട് ബന്ധപ്പെട്ട വചനമാണ് വേണ്ടത്? നിങ്ങൾക്ക് രോഗത്തെ സംബന്ധിച്ച വചനം വേണോ, രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ വേണോ? രോഗം ടോപ്പിക് എടുക്കുക, വചനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ വേണോ, വിശ്വാസം ടോപ്പിക് എടുക്കുക, വിശ്വാസ വചനങ്ങൾ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് വചനങ്ങൾ ഓരോ ടോപ്പിക് വൈസ് വചനങ്ങൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ റീമ ഓപ്ഷൻ എടുത്താൽ മതി. റീമ ഓപ്ഷൻ എടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരുപാട് ടോപ്പിക്സുകളുണ്ട്. നിങ്ങൾക്ക് ടോപ്പിക് ആഡ് ചെയ്യാം, വചനങ്ങൾ കൊടുക്കാം, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് വചനപ്രഘോഷകനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, വചനങ്ങൾ കൊടുക്കാൻ നിങ്ങൾ പ്രത്യേക നിരാശയുടെ സിറ്റുവേഷൻ കിടക്കുക, ഈ നിരാശയുടെ സമയത്ത് എന്തൊക്കെ വചനങ്ങൾ എനിക്ക് വായിക്കാം, ഈ വചനങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓരോ ടോപ്പിക് വൈസ് വചനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഈ റീമ എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്താൽ. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം. അടുത്ത ഓപ്ഷനിലേക്ക് വന്ന ഹോളിമാസ് ആണ്. ഹോളിമാസിൻ്റെ ഒരു ഉണ്ടാക്കിയത്, ഹോളിമാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്തത് ഗ്രേസ് എന്ന് പറഞ്ഞ കൊച്ചാട്ടോ. ഈ സമയത്ത് ഗ്രേസ് എന്ന് കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവളാണ് ഈ ഹോളിമാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ടാക്കിയത്. ഹോളിമാസിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും, ഹോളി മാസിൻ്റെ ഓപ്ഷൻ നിങ്ങൾ എങ്ങനെ ശരിക്കും ഈശോയിലേക്ക് അടുപ്പിക്കും, അത് നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, അതൊന്ന് കേൾക്കാം. ഇനി ഹോളി മാസിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്കൊന്ന് കാണാവേ. ആദ്യം തന്നെ സെയിൻറ്റ്സ് എബൌട്ട് ഹോളി മാസ് ആണ് പറയുന്നത്. അതായത് വിശുദ്ധ കുർബാനയെ പറ്റി വിശുദ്ധർ കോട്ട് ചെയ്തേക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പേജിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് വിശുദ്ധർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വിശുദ്ധ കുർബാനയെ പറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഈ ഒരു പേജിൽ കയറിയാൽ നമുക്ക് വായിക്കാൻ പറ്റും. അടുത്തതായിട്ട് ആക്ട്സ് ഓഫ് സ്പിരിച്വൽ കമ്മ്യൂണിയൻ, അതായത് നമുക്ക് ഫിസിക്കലി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റാത്തവർക്ക് അരൂപിയിൽ ഈശോയെ സ്വീകരിക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ട ഒരു 4 ആക്ട്സിനെ പറ്റി നമ്മളിവിടെ വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരൂപിയിൽ ഈശോയെ സ്വീകരിക്കാൻ വേണ്ട ഒരു കുഞ്ഞു പ്രാർത്ഥന, അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ ആണ്, അതായത് പരിശുദ്ധ കുർബാനയിൽ ആ തിരുവോസ്തിയും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തമായി മാറുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ. അതിനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ വിവരിച്ച് പറയുന്നുണ്ട്. അടുത്തതായിട്ട് ആരാധന അല്ലെങ്കിൽ അഡോറേഷൻ. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ദിവ്യകാരുണ്യ ആരാധന എന്താണ് എന്ന് നമുക്ക് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ദിവ്യകാരുണ്യ ആരാധനയിൽ സമയം അർത്ഥപൂർവ്വമാക്കുന്നതിനുള്ള ഒരു ആഴത്തിലുള്ള പഠനത്തെപ്പറ്റി ഇതിൽ വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദിവ്യകാരുണ്യ ആരാധനയുടെ പ്രയോജനങ്ങളെപ്പറ്റി ഇവിടെ വിവരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് അവളിലൂടെ, മദർ മേരി. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് പരിശുദ്ധ അമ്മയും പരിശുദ്ധ കുർബാനയും തമ്മിലുള്ള ഒരു ബന്ധത്തെ ഇവിടെ വിശുദ്ധീകരിച്ച് തരുന്നുണ്ട്. അടുത്തതായിട്ട് ഹിസ്റ്ററി. കത്തോലിക്ക സഭയിൽ പരിശുദ്ധ കുർബാനയെ പറ്റിയുള്ളൊരു ചരിത്രം നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഈ ഒരു പേജിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് പരിശുദ്ധ കുർബാനയുടെ ഫലങ്ങളെ പറ്റിയാണ് ഈ ഒരു പേജിൽ വിവരിക്കുന്നത്. പാപമോചനം, അത് ഒരുപാട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് പരിശുദ്ധ കുർബാന ഫലപ്രദമാക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു പേജിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ബാക്കി കുറേ ഓപ്ഷൻസ് ഈ ആപ്പിനകത്തുണ്ട്. അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പോപ്പിന് ഇൻറ്റൻഷൻസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യം എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യമാണ് പറയാനുള്ളത്, നന്മമരം ആപ്പ്. ഈ ആപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഇത് കാണണം. നിങ്ങളുടെ ഫോണിൽ നന്മമരം ആപ്പ് ഉണ്ടാവണം. നന്മമരം ആപ്പ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പാണ്. പല പല കാര്യങ്ങൾ ആഡ് ചെയ്യപ്പെടും. എന്തെങ്കിലും കാര്യം ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, സജഷൻസ് ആയിട്ട് തരിക, നമുക്ക് ആഡ് ചെയ്യാം. കൂടുതൽ ആഡ് ചെയ്യും. നിങ്ങളുടെ പ്രയർ ലൈഫിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ എന്തൊക്കെ കാര്യം ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറയുക, നമ്മൾ ആലോചിക്കാം, പ്രാർത്ഥിക്കാം, ഉറപ്പായിട്ട് ആഡ് ചെയ്യപ്പെടും. അപ്പം ഈ ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യണം. ഈ ആപ്പ് നിങ്ങളുടെ ഫോണിൽ കാണണം. ഈ ഫോണിൽ നിങ്ങൾ ഈ ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയർ ലൈഫ് നിങ്ങൾ ഇമ്പ്രൂവ് ആക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രയർ ലൈഫ് ഇമ്പ്രൂവ് ആകണം. അതായത് ഈശോയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സാധ്യതകളുണ്ടോ ആ സാധ്യതകളെല്ലാം ഉപകാരപ്പെടുത്തി നമുക്ക് ഈശോയിലേക്ക് ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യണം. സോ നന്മമരം ആപ്പ് നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവണം. ഇത് പ്രാർത്ഥിക്കണം, ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ചാനൽ ശക്തമായിട്ട് വളരാനും ഒരുപാട് ആത്മാക്കൾക്ക് ഈശോയെ കൊടുക്കാനും ഒരുപാട് പേര് ഈശോയിലേക്ക് എത്തിക്കാനും ഈ ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് നന്മമരത്തിൻ്റെ മിനിസ്ട്രീസിനെ കുറിച്ച് നിങ്ങൾക്ക് എബൌട്ട് കയറിയാൽ മതി. നന്മമരത്തിന് ഓരോ മിനിസ്ട്രീസ്, എത്ര മിനിസ്ട്രികളുണ്ട്, ആ മിനിസ്ട്രിക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു, ഇതെല്ലാം എബൌട്ടിനകത്തുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഒറ്റ കാര്യമുള്ളൂ ഈ വീഡിയോ ഉദ്ദേശിച്ച്, ഈ ആപ്പ് അറിയാതെ പോകരുത്. ചില കാര്യങ്ങൾ നമ്മളെ പിശാച് കാണിച്ചു തരത്തില്ല, ഇങ്ങനെ മാറ്റിക്കളയും. നമ്മൾ അറിയാതെ പോകരുത്. ഈ ആപ്പിനകത്തുള്ള ഫീച്ചേഴ്സ് അറിയാതെ പോകരുത്. കാരണം ഒരുപാട് പ്രാർത്ഥനയോടെ സ്മാർട്ടൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ് ഇതിൻ്റെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവനുണ്ടാക്കി അവൻ്റെ ഈ ആപ്പിന് വേണ്ടി പുള്ളി കഷ്ടപ്പാടുകളും അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ചേട്ടൻ ഫാമിലിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സോ ഈ ആപ്പ് നിങ്ങൾക്ക് ഒരു ഗ്രേസ് ആയിട്ട് മാറട്ടെ. ശക്തമായ നിങ്ങളെ ഈശോയിലേക്ക് വളർത്തുന്ന ഒരു അഭിഷേകമായിട്ട് ഈ ആപ്പ് മാറട്ടെ.